ഹായ്, നമ്മൾ ഇന്ന് പഠിക്കുന്നത് മൊഡ്യൂൾ 61 ആണ്. ഗുഡ് അറ്റ് എന്ന് പറയുന്ന ഒരു യൂസേജ് ആണ്. ഗുഡ് അറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ നല്ല സൂപ്പർ ആയിട്ട് ചെയ്യും, നല്ല അടിപൊളിയാണ്. അപ്പൊ നിങ്ങളോട് ചോദിക്കണം, നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്ന, നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയാം, ഐ എം ഗുഡ് അറ്റ് ഡ്രോയിങ്. ഞാൻ വരയ്ക്കുന്ന കാര്യത്തിൽ ഞാൻ സൂപ്പർ, നല്ല രീതിയിൽ ഞാൻ വരയ്ക്കും എന്നൊക്കെ പറയാം. അപ്പൊ കുറച്ച് എക്സാമ്പിൾ നോക്കാം. ദേ ആർ ഗുഡ് അറ്റ് കമ്മ്യൂണിക്കേറ്റിംഗ്, വിച്ച് മീൻസ് അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ, അവർ സംസാരിക്കുന്നതിൽ, ഇടപഴകുന്നതിൽ വളരെയധികം നല്ല സൂപ്പറാണ്, നല്ല രീതിയിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. They are good at communicating. I'm good at speaking. ഇപ്പോൾ ഒരാൾ പറയാണ്, ഞാൻ സ്പീക്കിംഗിൽ, സംസാരിക്കുന്ന കാര്യത്തിൽ ഞാൻ സൂപ്പറാണ്. I am good at speaking. I'm good at playing piano. പിയാനോ വായിക്കുന്ന കാര്യത്തിൽ ഞാൻ സൂപ്പറാണ്, ഞാൻ നല്ല അടിപൊളിയായിട്ട് ചെയ്യും, ഞാൻ നല്ല പ്രൊഫിഷ്യന്റ് ആണ്, അല്ലെങ്കിൽ ഞാൻ നല്ല എക്സ്പേർട്ട് ആണെന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ഓക്കെ, ഇപ്പോ ചില കുട്ടികളുമായിട്ട് സ്കൂളുകളിൽ ചേരാൻ പോകുന്ന സമയത്ത് ചിലപ്പോൾ പ്രിൻസിപ്പൽ ചോദിക്കും, എന്താണ് ഇവന്റെ കഴിവ്, എന്താണ് ഇവന്റെ നല്ല രീതിയിൽ ചെയ്യുന്ന കാര്യം എന്താണ്. അപ്പൊ പാരന്റ്സിനാണെങ്കിൽ പറയാം, മാത്സ്, മാത്സിൽ നല്ല പുലിയാണ് എന്നൊക്കെ അർത്ഥമുണ്ട്. പുലിയാണ്, സൂപ്പറാണ് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഗുഡ് അറ്റ് ക്ലീനിങ്. ചില വീട്ടമ്മമാര് പറയും, ഞാൻ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യും. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഒരു ജോലിക്ക് വേണ്ടിയിട്ട്, വീട്ടിൽ ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഒരു സ്ഥലത്ത് പോവാണ് സാർ, അല്ലെങ്കിൽ നിങ്ങളൊരു ഹോസ്റ്റലിൽ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ റൂംമേറ്റ് ഉണ്ട്, അപ്പോൾ അവർ ചോദിക്കുകയാണ്, നീ എന്താ ചെയ്യാൻ ഓരോരുത്തരോട് ചോദിച്ചു. അപ്പോൾ നിങ്ങൾക്ക് പറയാം, ഐ എം ഗുഡ് അറ്റ് ക്ലീനിങ്. ഞാൻ ക്ലീനിങ് ചെയ്യുന്നതിൽ ഞാൻ സൂപ്പറാണ്. മറ്റാൾ പറയാം, ഐ എം ഗുഡ് അറ്റ് കുക്കിംഗ്. ഞാൻ കുക്ക് ചെയ്യുന്നതിൽ സൂപ്പറാണ്. ഐ എം ഗുഡ് അറ്റ് വാഷിംഗ്. ഞാൻ വാഷ് ചെയ്യുന്നതിൽ അതിലൊക്കെ സൂപ്പറാണ്. അപ്പൊ ആ രീതിയിലൊക്കെ നമുക്ക് എക്സാമ്പിളുകൾ പറയാവുന്നതാണ്. ഐ എം ഗുഡ് അറ്റ് നീറ്റിംഗ്. ഞാൻ തുന്നുന്ന കാര്യത്തിൽ സൂപ്പറാണ്. ഞാൻ സൂചി നൂലൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സുകളൊക്കെ തുന്നും. ഷീ ഈസ് ഗുഡ് അറ്റ് ബേക്കിംഗ് കേക്ക്സ്. അവള് കേക്ക് ബേക്ക് ചെയ്യുന്ന കാര്യത്തിൽ നല്ല സൂപ്പറാണ്. അവള് നന്നായിട്ട് കേക്കുകളൊക്കെ ബേക്ക് ചെയ്യും, മനസ്സിലായ കേക്കുകളൊക്കെ ഉണ്ടാക്കും. ഹിസ് ഗുഡ് അറ്റ് പ്രോഗ്രാമിംഗ് കമ്പ്യൂട്ടേഴ്സ്. അവൻ കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്യുന്ന കാര്യത്തിൽ അവനെ കഴിഞ്ഞിട്ട് ബാക്കി ആരുള്ളൂ. അവൻ നല്ല രീതിയിൽ ചെയ്യും, അവൻ നല്ല പുലിയാണ് എന്നാണ് അർത്ഥം. ഹിസ് ഗുഡ് അറ്റ് ഫിക്സിംഗ് കാർസ്. അപ്പൊ കാറുകൾ ഫിക്സ് ചെയ്യുന്ന കാര്യത്തിൽ, കാറുകൾ ശരിയാക്കുന്ന കാര്യത്തിൽ ഇവൻ സൂപ്പറാണ്, നല്ല അടിപൊളിയായിട്ട് ചെയ്യും. അവള് നല്ല അടിപൊളിയായിട്ട് ചെസ് കളിക്കും. ഷീസ് ഗുഡ് അറ്റ് പ്ലേയിങ് ചെസ്. അവള് നല്ല രീതിയിൽ ചെസ് കളിക്കും. ഷീസ് ഗുഡ് അറ്റ് പ്ലേയിങ് ചെസ്. Clear, Anil? So that's all for today. Thank you so much for being with me.